ഇത് 4 മണിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ തക്കാളി പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ക്യാപ്സിക്കാണ് കേട്ടോ. നല്ല പഴുത്ത ക്യാപ്സിക്കാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. വൈകുന്നേരത്തെ ഉപ്പുമാവും കട്ടൻ ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ തിന്ന് കിടക്കാൻ നേരത്താണ് ഞാൻ അരി ആട്ടാറ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളപ്പത്തിനാണ് ആട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങയും ചോറൊക്കെ കൂട്ടിയിട്ട് ഇത് അരച്ചെടുക്കുകയാണ്. നമ്മുടെ മിക്സി വാങ്ങിയെടുത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അരിയാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മിക്സി മാറ്റണം നമുക്ക്. ഇതേപോലെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അരക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ട്രിപ്പായിട്ട് കുറച്ച് അരച്ചെടുക്കുകയാണ്. കാരണം അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ വേഗം അരിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാറാണ് പതിവ്. കാരണം നമ്മുടെ അടുപ്പ് പുറത്തായതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ അടുത്ത് ചൂടത്ത് വെക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ജന്തുക്കളൊക്കെ വന്ന് തട്ടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാറാണ് കേട്ടോ. അപ്പം ഞാനിത് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അങ്ങനെ തിളച്ച വെള്ളമാണെങ്കിൽ നമ്മളെ മാവ് വെന്ത് കൂട്ടും അടിഭാഗം. അപ്പോൾ ഒരു പാകമുള്ള ചൂടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈസ്റ്റൊന്നുമല്ല കേട്ടോ, ആപ്പ് സോഡയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കയ്പ്പങ്ങ, നാടൻ കയ്പ്പങ്ങ കിട്ടിയിരുന്നു കേട്ടോ. നമുക്കിവിടെ വള്ളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പടർത്തി വിട്ടതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടക്കും തലക്കൊക്കെ കുറച്ച് കയ്പ്പങ്ങ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നാളേക്ക് അജുന് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കിടക്കാൻ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചതിൻ്റെ. അപ്പോൾ ഇതും കൂടി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഷേപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പച്ചയും അതേപോലെ വെള്ളയൊക്കെ കലർന്നൊരു കളർ കേട്ടോ. അതിൻ്റെ ആ ഒരു ആകൃതിയൊക്കെ